ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 3 ശ്ലീഹന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും യാക്കോബിൻ്റെയും തിരുനാൾ. ഫിലിപ്പ് ഗലീലിയായിലെ ബത്സദായിൽ നിന്നുള്ള ക്രിസ്തു ശിഷ്യനാണ്. പത്രോസും അന്ത്രയോസും വിളിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഫിലിപ്പ് ദൈവവിളി സ്വീകരിക്കുന്നത്. ഫിലിപ്പ് അന്ന് വിവാഹിതനായിരുന്നു, മക്കളുമുണ്ടായിരുന്നു. എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ പിന്തുടർന്നു. നിയമവും പ്രവചനവും വായിച്ച് രക്ഷകനെ കണ്ടുപിടിക്കാൻ ഉത്സുകനാകുമ്പോഴാണ് ഈശോയുടെ വിളി. രക്ഷകനെ കണ്ടെത്തിയ ഉടനെ തൻ്റെ ഭാഗ്യത്തിൽ നഥാനിയേലിനെയും പങ്കുകാരനാക്കി. 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ഫിലിപ്പോസിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി ഈശോ ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നാണ് അപ്പം വാങ്ങുക? ഫിലിപ്പിന്റെ മറുപടി, ഇവർക്ക് ഓരോരുത്തർക്കും അല്പമെങ്കിലും ലഭിക്കാൻ 200 ദനാറയുടെ അപ്പം മതിയാകുകയില്ല. പിതാവിനെ അറിയുന്നവർ തന്നെയും അറിയുമെന്ന് ഈശോ പ്രസ്താവിച്ചപ്പോൾ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അതുമാത്രം മതി എന്ന് പ്രഖ്യാപിച്ച ഫിലിപ്പ് ഫ്രിജിയായിൽ സുവിശേഷം പ്രസംഗിക്കുകയും ഹിരാപോളീസിൽ വെച്ച് രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു. സബദി പുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നത്. അൽഫേയൂസിന്റെയും ദൈവമാതാവിന്റെ സഹോദരിയായ മേരിയുടെയും മകനത്രേ ഈ യാക്കോബ്. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് വിശുദ്ധ യൂദ. യാക്കോബിനോടുള്ള ബഹുമാനാധിക്യം നിമിത്തം യഹൂദന്മാർ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് തൊടുന്നതിൽ മത്സരിച്ചിരുന്നു. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. നാവ് ശരിയായി ഉപയോഗിക്കുന്നവർ പരിപൂർണരായിരിക്കും എന്നീ വിശിഷ്ട തത്വങ്ങളാൽ ഉപദേശിച്ചു. വിശ്വാസ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കോട്ടയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ടു. കീഴെ നിന്നവർ യാക്കോബിനെ അടിച്ചുകൊന്നു. ശ്ലീഹന്മാരായ വിശുദ്ധരെ, ഈശോയ്ക്കരികിലെത്താൻ ഞങ്ങൾക്കും വഴിയൊരുക്കണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.